ഗൈസ് നമ്മളപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ബീച്ചിൽ കിടന്ന് കറങ്ങിയിട്ട് ഒരു ഉറക്കം ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് കഴിച്ചത് എന്താ നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിച്ചിട്ട് ഇനി 8 മണിക്ക് ഒരു പാർട്ടി ഉണ്ട്, അതിന് പോകണം. അതുവരെ 8 മണി വരെ ഇവിടെ കൂടെ ഒന്നുകൂടെ ചുമ്മാ ചുറ്റി കറങ്ങണം. ശരി, നമുക്ക് ചായ കടയിൽ പോയിട്ട് കാണാം. ഗൈസ് ചായ കുടിക്കുകയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത്രയും ചായ 30 രൂപ. കൊള്ളാം, നല്ല ക്വാണ്ടിറ്റി ആണ്. കൊള്ളാം, സൂപ്പർ ചായ 30 രൂപ. ഗൈസ് ഇന്ന് നമുക്കിനി വൈകുന്നേരത്തെ ഗോവ ബീച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കൊള്ളാം, നല്ലതാ, കാണിച്ചു തരാം. ഗൈസ് വൈകുന്നേരത്തെ ഗോവ ബീച്ച് വൈകുന്നേരവും കാണാൻ കൊള്ളാം, നല്ലതാണ്. ഇന്നെന്തോ തിരക്ക് ഭയങ്കര ശക്തി പറ്റോട്ടെ. ഗൈസ് രാത്രി ഗോവ കാണാൻ വേറെ വൈബാണ്. ബീച്ചിൽ വരണമെങ്കിൽ രാത്രി വരണം, എങ്കിലും ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. രാത്രിയൊക്കെ ഇവിടെ പമ്പും കാര്യമൊക്കെ രാത്രിയാണ്, ഫുൾ വൈബാണ്. കുറെ കൊറിയൻ ഗേൾസൊക്കെ ഫുൾ അടിച്ച് പൊളിയായിട്ട് ഡാൻസ് കളിക്കും. ഗോവയിലെ ബീച്ചിലോട്ടൊക്കെ നൈറ്റാണ് വരേണ്ടത്. ഗൈസ് അപ്പോൾ നൈറ്റ് ഫുഡ് അണ്ടാൻ മേഗിയാണ്. 100 രൂപ പറഞ്ഞ് നമുക്ക് കൊണ്ടുവരുമ്പോൾ നോക്കാം, കൊള്ളാൻ പോയില്ലെന്നറിയാം. അണ്ടാൻ മേഗി ഗൈസ്, അങ്ങനെ നമ്മളിതാ അണ്ടാൻ മേഗി എത്തിയിട്ടുണ്ട്. കൊള്ളാം, 100 രൂപയ്ക്ക് വെറുത്തില്ലെങ്കിലും സാധനം കഴിക്കാൻ കൊള്ളാം. പിന്നെ കഴിച്ചിട്ടാണ് പബ്ബിലോട്ട് യാത്ര. ശരി എന്നാൽ അപ്പോൾ പിന്നെ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തതാ പബ്ബിലോട്ട് പോവുകയാണ്. അടുത്തിനി ഫുൾ ഡാൻസ് മോഡാണ്. അപ്പം ഇനി കൂടെ പയ്യന്മാരെല്ലാം കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, കണ്ട എല്ലാവരും ഉണ്ട്. നമ്മളിനി പബ്ബിൽ പോകുന്നു, ഡാൻസ് കളിക്കുന്നു. ശരി, നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഗൈസ് അപ്പം നമ്മൾ പബ്ബിലൊക്കെ പോയി അടിച്ചു പൊളിച്ച്, പക്ഷേ ഒന്നും പറയണ്ട ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഫോൺ അലോഡല്ല. ബോഡി ഗാർഡ്സ് ഉണ്ട്, നല്ലതുപോലെ നോക്കി, പക്ഷേ സമ്മതിച്ചില്ല. 2-3 വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞ് ഡിലീറ്റ് ആക്കി. എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. അപ്പോൾ ശരി എന്നാൽ ബാക്കി നാളെ.